ഹലോ പ്രോ ഗാങ്, വെൽക്കം ടു NIV പ്രോ ഗെയിമിംഗ് മിക്സ്. ഞാനാണ് വൈഷ്ണവ്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഈ മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വില്ലേജ് കണ്ടെത്തലാണ്. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അഥവാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിചയം, നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കാര്യം കമൻറ്റ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്കിനി വീഡിയോ തുടങ്ങാം. ആദ്യം പ്രാങ്ക് എടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോ ബോയ്സിന് ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ഉണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എനിക്ക് കാരണം പ്രോ ബോയ്സിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോ ബോയ്സിനെക്കാട്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആക്കണം. ആദ്യം നമുക്ക് ഈ വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, പുറത്തെ പുറത്തെ ഒന്നെ പുറത്തെ വുഡൊക്കെ കളക്ട് ചെയ്യണം. വുഡൊക്കെ അത്ര മതിയാവും ഉണ്ടാവും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ പറ്റൂല. അപ്പോൾ ആദ്യം നമുക്ക് വുഡ് ഉണ്ടാക്കണം. ഇതെന്താണ്? വുഡ്. ഓക്കെ, പ്ലാങ്ക്സ് പുറത്തെ ഓക്കെ ഡൺ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കണം, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒന്ന് പോരട്ടെ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ആദ്യം ഒരു സോഡ് ഉണ്ടാക്കാം, പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു സോഡ് ഉണ്ടാക്കാം. നമുക്ക് വടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഡായി മാറും. സോഡ് എടുക്കാം, പിന്നെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. അയ്യേ, ഇതെന്താ? ഷേ ചേ ഓക്കെ, ഇനി വടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് പിക്കാക്സ് ആയി. നമുക്ക് തൽക്കാലത്ത് ഇത് മതി. നമുക്ക് ഒരു ആക്സും കൂടി ഉണ്ടാക്കണ്ട. ഇപ്പം നമുക്ക് ആക്സ് വേണ്ട, നമുക്ക് സ്റ്റോൺ കിട്ടും, നമ്മൾ ആക്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. നോക്കട്ടെ. ആദ്യം ഇപ്പോൾ കുറച്ച് ഷീപ്പിനെ തരണം, കാരണം രാത്രി കാവുന്ന സമയത്തുമ്പോൾക്ക് ബെഡ് ആണെങ്കിൽ ഷീപ്പിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് പോകാം. നിങ്ങൾക്ക് പ്രോബോയ്സിനെ എനിക്ക് ആദ്യം തോൽപ്പിക്കണം. അത് വലിയൊരു സംഭവമാണ്. പ്രോബോയ്സ്, നീ നൂമ്പടാ, ഓടാ. നമുക്ക് ആദ്യം നമുക്കൊന്ന് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാം. എവിടുന്നെങ്കിലുമൊക്കെ ഷീപ്പ് കണ്ടാലോ. പോട്ടെ ഗേസ്, ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഒരു ഷീപ്പ് പോലും ഇല്ല. ഒരു കവുണ്ട്. കവു കരയല്ലേ, സോറി എടാ, അറിയാതെ കൊന്നുപോയതാ, ക്ഷമിക്കണം. ഓക്കെ, നമുക്കിനി വേഗം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. കുറേ ന്യൂബടകളുണ്ട് പ്രോബോയ്സ് പോലെ. അയ്യോ, ഇതെന്താ? സോറി ലീഫുള്ളതുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. കുറേ ന്യൂബടകളുണ്ട് ഇങ്ങനെ ഇവിടെ പ്രോബോയ്സ് പോലെ. എന്തൊക്കെയാണ് ഉള്ളത്? പോട്ടെ. ഒരു നായുണ്ട്. നമുക്ക് ഒരു മല കാണുന്നുണ്ട് ചെറുതായിട്ട്. ആ മലേൻ്റെ മുകളിൽ പോവാം. രാത്രി ആവാനുണ്ട്. ആദ്യം ഒരു കുയിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്യണം. എങ്കിലുമൊക്കെ കിട്ടിയാലോ. ആ ഏകദേശം ഒരു കുഴി തുളയ്ക്കണം. ഇപ്പം തന്നെ തുളച്ചാൽ ശരിയോ. ഓക്കെ ഗേസ്, ഞാനിപ്പോൾ ഒരു കുഴിയൊക്കെ തുളച്ച് അത്യാവശ്യം ചെറിയൊരു മൈനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഇത്തിരിയൊക്കെ നടത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് കുറേ കോള് കിട്ടി. എന്നോട് കുറേ ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങി വുഡൊക്കെ കളക്ട് ചെയ്ത് കുറേ ടോർച്ച് ഉണ്ടാക്കി. നമുക്ക് ഇത്തിരി കൂടി ഉള്ളോട്ട് പോവാം, കാരണം അതാ മൈനസ് സ്ഥലം. ഇവിടെ നിന്നാണെങ്കിൽ ഇഷ്ടംമാതിരി കോള് കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് മൈൻ ചെയ്ത് പോയി നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും മൈൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അതുപോലെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലിക്കൊല്ലും. ഓക്കെ, കേട്ടോ? കേട്ടില്ല എന്ന് പറയണ്ട. ഓക്കെ, നിങ്ങളെ ഞാൻ തല്ലിക്കൊന്നേ പറഞ്ഞാൽ കൊല്ലൂ. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. വേഗം നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. നമുക്ക് മൈനിങ് തുടങ്ങാം. കണ്ടോ, ഞാൻ തിരിഞ്ഞു നിന്നിട്ട് വേണമെങ്കിൽ ഞാൻ കട്ട പൊട്ടിക്കും, കാരണം എൻ്റെ ശക്തിയാണത്. ഓക്കെ, നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് പൊട്ടിച്ചപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നിങ്ങനെ കട്ട പൊട്ടിച്ച് പോവാം. ഈ താഴോട്ടൊന്ന് പൊട്ടിക്കണം. ഇത് എനിക്ക് സ്റ്റോൺ പൊട്ടിക്കുമ്പോൾ കോബിൾ സ്റ്റോൺ എങ്ങനെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവില്ല. മൈൻക്രാഫ്റ്റിന് ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മൈൻക്രാഫ്റ്റ് ഒന്നും അല്ല കൂട്ടുകാരെ. ഇത് മൈൻക്രാഫ്റ്റ് ഡൂപ്ലിയാണ്. എന്ത് ചെയ്യാനാ, എനിക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റോണൊക്കെ ഇട്ടിട്ട് ഒരു ഫർണസ് ഉണ്ടാക്കട്ടെ. ഫർണസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കാസ്റ്റിംഗ് ടേബിൾ ഒന്ന് കൊണ്ടുപോവുക. ഫർണസ് വെച്ചിട്ട് ഒന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ. ഫർണസ് വെക്കട്ടെ. ശേഷം നമ്മൾ സ്വന്തം വൂള് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഗേസ്, വൂള് വെച്ചിട്ടാവുന്നില്ല. പ്ലാങ്ക് തന്നെ എടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ പ്ലാങ്ക് എടുത്തിട്ട് തൽക്കാലത്തേക്ക് വെക്കാം. ഇനി അത് ആയിക്കോട്ടെ. ഇനി ഇപ്പത്തിമ്പോൾ കുഴിച്ച് വരാം. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമുക്ക് കുഴി വയ്ക്കാൻ പോവാം. നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനിങ്ങിന് പോവാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ? കിട്ടിയാൽ നമുക്ക് ഭാഗ്യമാണെന്ന് വിചാരിക്കാം. ചില ന്യൂബഡുകളുണ്ട്, നമ്മളെ സ്വന്തം സോളോ വൈനർ, ഗെയിം തെറാപ്പിസ്റ്റ്. ഇവരൊക്കെ വലിയ ഗെയിം പ്ലേൻ്റെ ഗോഡൊക്കെയാണെന്ന് വിചാരം. പ്രോബോയ്സ്, പ്രത്യേകിച്ച് പ്രോബോയ്സ് എനിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ അവൻ്റെ ദുഷ്മനാണെന്നാണ് ഞാൻ അവന് കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? ഓക്കെ, ഒരു ടോർച്ച് വെക്കണം. ലൈറ്റ് പോയിട്ടുണ്ട്. ടോർച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി കുഴിക്കുക. ഓക്കെ, നമുക്ക് മറ്റേ സ്വന്തം എൻ്റെ സോളോ വൈനറൊക്കെ തീരെ ഇഷ്ടമല്ല. അതിനെക്കാട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് പ്രോബോയ്സ്. എനിക്ക് പ്രോബോയ്സിനെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം മൈനിങ് തുടങ്ങാം. ഇവിടുന്ന് ഈ ഒരു നോക്കുകയാണ് പൊസിഷൻ 146 6 to 80. മിനിമം 156 ആണെങ്കിൽ ഇത്തിരി താഴോട്ട് പോയപ്പോൾ അയൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നോക്കട്ടെ, അയൺ കിട്ടാൻ പറ്റും. ഓ, കോപ്പർ കിട്ടി ഗൈസ്. 81 ആണല്ലേ കോപ്പർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓർത്തൊക്കെ 1466181 ആണ് ഡൂപ്ലി മൈൻക്രാഫ്റ്റിൻ്റെ കോപ്പർ ഏരിയ സ്ട്രൈക്ക്. അപ്പോൾ നമുക്ക് ബാക്കി വെക്കുക. ഈ കോപ്പറൊക്കെ ഒന്ന് ആദ്യം മൈൻ ചെയ്തൊക്കെ. ഈ കോപ്പറിനോട് ഒരു ഉപയോഗമില്ല. പിന്നെ ഇതിൽ ഇത്തിരി ഇത് കിട്ടും. ഇതിങ്ങനെ നമ്മൾ ഫർണസിൽ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി എക്സ്പി കിട്ടും. അതിനോട് മാത്രമാണ് ഞാൻ ഈ കോപ്പർ പൊട്ടിക്കുന്നത്. അതൊക്കെയൊരു ആവശ്യമില്ല. ഇതിനോട് ഇഷ്ടമായി കോപ്പർ കിട്ടും ഒന്നൊക്കെ പൊട്ടിക്കുന്നത്. ചെയ്യാനാ ഇവിടെ എന്തെങ്കിലും ഒരു ശരിക്കും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്ത് അയണ് കിട്ടാൻ സാധ്യത ഉണ്ട്. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലോ. എനിക്ക് ദേഷ്യം പിടിക്കുന്ന അതല്ല, ഈ ഒരു സ്റ്റോണ് പൊട്ടിക്കുമ്പോൾ അത് ഗ്രാവല്, ഇതാണ് കുഴപ്പം. എനിക്ക് ഗ്രാവൽ തീരെ ഇഷ്ടമല്ല. കാരണം ഗ്രാവലാണെങ്കിൽ നമ്മൾ ഈ ഒരു ടോർച്ച് വെച്ചാൽ നമുക്ക് ഗ്രാവലിനെ തകർക്കാൻ പറ്റും. പക്ഷേ ഈ ഗ്രാവലിനെ ടോർച്ച് വെച്ച് തകർക്കുകയാണെങ്കിലും മുകളിൽ കുറേ ഉണ്ടാവും. സ്ഥലം ഫുള്ള് ഗ്രാവലായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് മൈൻ ചെയ്യാനൊന്നും ഇതിനും ശ്രമിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയൊന്നുമില്ല. ഈ ഗ്രാവൽ ഇതാണ് കുഴപ്പം. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. വരും. നമുക്ക് ഇത്തിരി കൂടി മൈൻ ചെയ്തിട്ട് ഗ്രാവല് കുഴപ്പമാണ്. ഗ്രാവൽ പൊട്ടി കണ്ടോ ഗേസ്, ഞാൻ പറഞ്ഞില്ല ഈ ഗ്രാവൽ പൊട്ടിച്ചാൽ ഗ്രാവൽ തന്നെ വരും. അതുകൊണ്ട് നമ്മൾ ടോർച്ച് വെച്ചിട്ട് ഇനി ഗ്രാവൽ ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് താഴത്തേക്ക് ഇന്ന് കുഴിച്ച് പോകണം. ജസ്റ്റ് ഗ്രാവലിൻ്റെ ഒരു അടിയിലേക്ക് കുഴിക്കുക. ഒന്നുകൂടി കുഴിക്കണം. ജസ്റ്റ് മുമ്പിളെപ്പടിയും കൂടി കുഴിച്ചാൽ ഉള്ളിലോട്ട് പോയതിന് ശേഷം ഒരു കുഴിയും കൂടി മുമ്പിളിവിടെ കുഴിക്കുക. എന്തിനാ വെച്ചാൽ ഒരു ഗ്രാവൽ ട്രാപ്പ് നെറ്റാണ് അതിൻ്റെ പേര്. നമ്മൾ സ്വന്തം ടോർച്ച് എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കുക. ടോർച്ച് എടുത്തതിന് ഇവിടെ ശേഷം അങ്ങോട്ട് അവിടെയും കൂടി വെക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റോണും കൂടി അങ്ങോട്ട് പൊട്ടിക്കുക. ഗ്രാവലല്ല, സ്റ്റോണ്, സോറി. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ അങ്ങോട്ട് പൊട്ടിക്കുക. ഇപ്പോൾ സ്റ്റോൺ പൊട്ടിച്ചതിനെ കണ്ടോ, ഈ ഗ്രാവലൊക്കെ ഗേസ് ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്, ഗ്രാവൽ നമ്മൾ ചതിക്കുകയുള്ളൂ. മേലെ വീണാൽ നമ്മൾ ഡാമേജോ സാധനം ഇത്തിരി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുക മുകളിലെത്തുന്നൊക്കെയാണ്. വെറുതെയാണ് ഗേസ്. ആരും ഈ ഒരു ഇതിലൊന്നും പറ്റിക്കപ്പെടരുത്. കുറേ ഇവിടെ അടുത്ത് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതേറ്റവും മുകളിലോട്ട് എത്തിയാലോ? മുകളിലോട്ട് എത്താണുമ്പോൾ മുകളിലോട്ട് പോവാം. പൊട്ടിച്ചോക്കാം. ഇത് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പൊട്ടിച്ചോക്കിയാൽ മനസ്സിലാവും. ഗേസ് വെളിച്ചൊക്കെ വരുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. എവിടെ ഗേസ്? ഇത് ഫേക്കാ ഗേസ്. നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കാണലുണ്ടാവും. സോളോ വൈനർ ഓൻ ഏത് നേരം ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാവൽ പൊട്ടിക്കുന്ന സമയത്ത് ഓന് മെയിനായിട്ട് കിട്ടലുണ്ട്. കണ്ടോ, ഫേക്കാണ്. ആർക്കും മനസ്സിലാവൂല എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ വിചാരിച്ചൊക്കെ റിയൽ ആണെന്ന്. സത്യത്തിലൊക്കെ ഫേക്ക് കഴിഞ്ഞു. വരുന്നതിന് മുമ്പേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് തിന്നതിൻ്റെ ശേഷം ആ ടോർച്ചൊക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ ആവശ്യമില്ല ടോർച്ച് ഇട്ടാൽ എൻ്റെ ടോർച്ച് നഷ്ടപ്പെടുകയുള്ളൂ. വേറെ ഒന്നും സംഭവിക്കില്ല. ആദ്യം ഫുഡൊക്കെ ഒന്ന് തിന്നട്ടെ വയറടിച്ചിട്ട്. ഓക്കെ, ഇനി ഫുഡ് തിന്നട്ടെ. കുക്കഡ് ബീഫ്, അതായത് നമ്മുടെ സ്വന്തം ബീഫ് ഫ്രൈ ആണ് തിന്നത്. ബാബാ യമ്മി. ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കമൻറ്റ് ചെയ്തിട്ട് ഇത്തിരി ബീഫ് ഫ്രൈ കൊണ്ട് തരണേ. ഡൺ. ഓക്കെ, നമുക്ക് ഫർണസ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് എല്ലാ ടോർച്ചും കൂടി പൊട്ടിച്ചെടുക്കട്ടെ. പോട്ടെ. ഇവിടെ ഇടയ്ക്കോ ഉണ്ട് ടോർച്ചിനെ കൊണ്ട് വെച്ചത്. ആദ്യത്തെ ടോർച്ച് പൊട്ടിക്കടോ. ആദ്യത്തെ ടോർച്ച് പൊട്ടിച്ച് സത്യം പറഞ്ഞാൽ ഈ PC കളിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് മൈൻക്രാഫ്റ്റ് ഞാനിതിൻ്റെ പോയിൻ്റ് അറിയാതെ പൊക്കിപ്പോയി. പക്ഷേ ഈ പോയിൻ്റ് എങ്ങനെയും തിരിച്ചു വരിക അറിയില്ലക്കി. ഞാനിപ്പോൾ കളിക്കുന്നത് ആരും ഫോണിലാണെന്ന് വിചാരിക്കാതെ സത്യം പറഞ്ഞത് ഒരു PC-യിലാണ്. കമ്പ്യൂട്ടർ പ്ലെയർ ആട്ടോ ഞാൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഗേസ്, ഫോണ് പോലെ ആയിപ്പോയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പോയിൻ്റ് പോകണ്ടാന്ന് തോന്നുന്നു. കാരണം പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെയൊക്കെ തോന്നുന്നു.
അതിനൊരു വലിയൊരു മൈൻക്രാഫ്റ്റ് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കളിക്കലില്ല, കുറേ ദിവസമായി കളിച്ചിട്ട്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ടോർച്ച് പൊട്ടിച്ച് അയ്യോ എടുക്കണ്ട, അറിയാതെ പൊട്ടിച്ച് അവിടെ തന്നെ വെക്കണം. നമുക്ക് മുകളിലോട്ട് പോകാം. ആവശ്യമില്ലാത്ത ഗ്രാവൽ കിട്ടിയിട്ടുണ്ട്, ആ ഗ്രാവൽ എടുത്ത് മുകളിലോട്ട് പോകാം. ഗ്രാവൽ ആദ്യം എടുക്കട്ടെ. ഗ്രാവൽ ഒരെണ്ണ സൈഡ് വെച്ചിട്ട് ഗ്രാവൽ ഇങ്ങോട്ട് എടുക്കാം. വൈറ്റ് ബോളും അവിടെ വെക്കണം. പിന്നെ റോമട്ടന് അടന്നോട്ടെ. നമുക്ക് ഗ്രാവൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. അല്ല, റോമട്ടന് ഇങ്ങോട്ട് വെക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യമോ രണ്ട് പേര് പിക്കാക്സ് ഉണ്ടാക്കണം. എൻ്റെ പിക്കാക്സ് പൊട്ടി പോകാനായിട്ടുണ്ട്, അതിനോണ്ടാണ് നമുക്ക് ഈ ഇത് വെച്ചിട്ടാക്കി സ്റ്റോണിൻ്റെ പിക്കാക്സ് ആയി തവണ ഉണ്ടാക്കുന്ന ആദ്യം അത് തന്നെയാണ് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ആക്സ് വെച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഗ്രാവൽ വെച്ച് നമുക്ക് മുകളിലോട്ട് പോവാം. അവിടെ ഞാൻ ഈ വുഡ് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ മുകളിലോട്ട് പോകുന്നത്. പക്ഷേ ഗെയ്സ് പോയിന്റ് ഇല്ലാതെ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആരും അറിയാതെ പോലും പോയിന്റ് ഒന്നും നിൽക്കി പോയല്ലേ. അതിന് നമുക്ക് മുകളിലോട്ട് പോകാൻ നോക്കാം. സ്പീഡിൽ മുകളിലോട്ട് പോകാം. ഓക്കെ, പോരട്ടെ ഗെയ്സ്, നമുക്ക് മുകളിലോട്ട് പോകാം. ഗ്രാവൽ അവിടെ പോയി ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അങ്ങനെ ഞാനിപ്പോൾ ഗ്രാവൽ വെച്ചിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഷീപ്പ് ഉണ്ടോ നോക്കുക. ഗെയ്സും പറയുന്നത് മറന്നുപോയി, സോറി. ഞാൻ കുറേ നേരം നിങ്ങൾക്ക് കാണിക്കാതെ തന്നെ കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് കുറേ ഷീപ്പിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷീപ്പിനെ കൊന്നപ്പോൾ 3 4 ഒക്കെ വൂള് കിട്ടി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് 64 ഇതുണ്ട്. അതിനെക്കാട്ടും കൂടുതലുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേണ്ട വെച്ചിട്ട് കുറേ ഒക്കെ പോക്കി. ഇതായി ഇനിയിപ്പോൾ കുറേ കവൂനൊക്കെ കൊല്ലാം, ഫുഡൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു മല ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക. നമുക്ക് ഈ മല ഒന്ന് ജസ്റ്റ് കയറിയതിന് ശേഷം ഓക്കെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കേണ്ടി വരും. രാവിലെ വെച്ചിട്ടും കയറാം. രാവിലെ വെച്ചിട്ട് ശേഷം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഗേസ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇതങ്ങ് പൊട്ടിച്ച് ഈ മലേൻ്റെ ഏറ്റവും ഒരു ഹൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് എന്നിട്ട് താഴോട്ട് മൈനിങ് ചെയ്യണോ, ഉറപ്പായിട്ട് നമുക്ക് അയണോ ഗോൾഡോ ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഏറ്റവും അടിയിൽ പോയാൽ ലാവേൻ്റെ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം ഒരു നെതർ പോർട്ടൽ ഇതെന്നാണ് കേസ് ആവാത്ത ഇത് പൊട്ടിക്കേണ്ടി വരും. ഓക്കെ കേസ് വാ പൊട്ടിക്കാം. ഇനി നമുക്ക് വേഗം ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഇതൊന്ന് പൊട്ടിക്കാം. അതാ കേസ് ഞാനൊരു കോള് കാണുന്നുണ്ട്, ഡൺ. നമുക്ക് വേഗം ആ കോള്. ഇനി നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരാം കേസ്. ഞാൻ ഇത്രയും വലിയൊരു പ്രോ ആണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കണ്ടോ, എൻ്റെ അടുത്ത് കോളാണുള്ളത്. നമുക്ക് ഈ കോൾ വെച്ചിട്ട് കുറേ ഡിസ്കോ ഡാൻസ് കളിക്കാം. അത് നമുക്ക് ഈ കോളൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം. ഡണ്ണല്ലേ? അപ്പോൾ നമുക്ക് കോളെടുത്ത് മൈൻ ചെയ്യാൻ എല്ലാവരും റെഡി ആണെങ്കിൽ റെഡിയാണ്. നമുക്ക് കോളെടുത്ത് മൈൻ ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഇവിടുത്തെ ഈ സ്റ്റോണൊന്ന് പൊട്ടിക്കുക. അത് സ്റ്റോണല്ല, ഡേർട്ട്. ശേഷം ഇവിടുത്തേതും പൊട്ടിക്കുക. ഇനി ഇങ്ങോട്ടുള്ളതൊക്കെ ആക്കാം. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാം. എത്രയേ ഉള്ളൂ. ഞാനൊരു വലിയ പ്രോയാണ് ഗേസ്, ആരും എന്നെ മറക്കരുത്. പ്രോ ബോയ്സിനെക്കാട്ടും വലിയ പ്രോയാ. അവൻ്റെ ലോഗോ കണ്ടിട്ടല്ല, ഞാൻ അവൻ്റെ ലോഗോയുടെ ഇത്തിരി അതിനെക്കാട്ടും സീന് ലോഗോ ഉണ്ടാക്കിയത്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാൻ അവൻ്റെ ദുഷ്മനാണ്, അല്ലാതെ ഫ്രണ്ടല്ല. അതുകൊണ്ട് മാത്രമാണ് കേസ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടുള്ള മൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വലിയൊരു പ്രോയാണ്. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ട്, ഓർത്തച്ചോ. ഓക്കെ, നമുക്ക് വേഗം ഇതൊക്കെ മൈൻ ചെയ്ത് അങ്ങോട്ട് എടുത്തെടുക്കാം. എത്രയാ കോളുള്ളത് കേസ്. ഈ കോളൊക്കെ ആക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം സീനായി. കുറേ കോള് 11 കോളായി, 12 കോളായി, 13 കോളായി, 14 കോളായി, 15ആയി ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എത്രത്തോളം നിർത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത്തിരി കോളുണ്ട്, അതും കൂടി നമുക്ക് മൈൻഡ് ചെയ്തേക്കാം. എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ ബൈ. സീ യു ലേറ്റർ.